ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാനെൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ച ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് അതാത് സ്ഥലങ്ങളിൽ കഴിയുന്നത്രയും എഴുന്നേറ്റ് നിൽക്കുകയും ഹൃദയനിലങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങപ്പെടുകയും ചെയ്യുമാറാകട്ടെ. കൊയർ ഇപ്പോൾ ഒരു പാട്ട് പാടും. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ വൻ കൃപയോർത്തിടുമ്പോൾ. നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങുകയും പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപയോർത്തിടുമ്പോൾ എൻ മനസ്സം പൊങ്ങിടുന്നേ, ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. എൻ മനസ്സം പൊങ്ങിടുന്നേ, ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപയോർത്തിടുമ്പോൾ എൻ മനസ്സം പൊങ്ങിടുന്നേ, ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. എൻ മനസ്സം പൊങ്ങിടുന്നേ, ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. ചേറ്റിൽ കിടന്നോനാമെന്നെ നീ വീട്ട് പറയാം നിന്മേൽ നിർത്തി. ചേറ്റിൽ കിടന്നോനാമെന്നെ നീ വീട്ട് പറയാം നിന്മേൽ നിർത്തി. എൻ ഗമനത്തെ സുസ്ഥിരമാക്കി നിൻ സ്തുതി തന്നതിനാ. എൻ ഗമനത്തെ സുസ്ഥിരമാക്കി നിൻ സ്തുതി തന്നതിനാ. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപയോർത്തിടുമ്പോൾ എൻ മനസ്സം പൊങ്ങിടുന്നേ, ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. എൻ മനസ്സം പൊങ്ങിടുന്നേ, ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ.
തേജസ്സിലാനന്ദരൂപനാം യേശുവേ കാണുമേ ഞാൻ നിജമാ. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപയോർത്തിടുമ്പോൾ എൻ മാനസം പൊങ്ങിടുന്നേ ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. എൻ മാനസം പൊങ്ങിടുന്നേ ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. കൂടാരമായ ഭവനമഴിഞ്ഞാലും നിത്യഭവനമുണ്ട്. കൂടാരമായ ഭവനമഴിഞ്ഞാലും നിത്യഭവനമുണ്ട്. ഞാൻ കുറയട്ടെ നീ വളരട്ടെ നിന്നിൽ ഞാൻ വസിക്കട്ടെ. ഞാൻ കുറയട്ടെ നീ വളരട്ടെ നിന്നിൽ ഞാൻ വസിക്കട്ടെ. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപയോർത്തിടുമ്പോൾ എൻ മാനസം പൊങ്ങിടുന്നേ ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. എൻ മാനസം പൊങ്ങിടുന്നേ ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപയോർത്തിടുമ്പോൾ എൻ മാനസം പൊങ്ങിടുന്നേ ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. എൻ മാനസം പൊങ്ങിടുന്നേ ദേഹി ഉല്ലസിച്ചാർത്തിടുന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണ്ണനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ സ്തോത്രം, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനൊത്തോണം അങ്ങേ ആരാധിപ്പാനും ഇന്ന് പകലിൽ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം മുഴുവൻ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. പരമായിരുന്ന ആപത്ത് നടത്തി നോക്കി ഞങ്ങളെ വിടുവിച്ചു. പകർന്ന എല്ലാ കൃപകൾക്കായിട്ട് നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ തന്നെ ഒന്നിച്ച് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ, ഇടം മറന്ന് കർത്താവെ സ്തോത്രം, സ്ഥലം മറന്ന് കർത്താവിനെ ആരാധിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. കർത്താവെ, പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ നിൻ്റെ മക്കളെ പ്രത്യേക കൃപകളാൽ അങ്ങ് നിറച്ചാട്ട്, പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കും. സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കും. കർത്താവെ, വചനത്തിൻ്റെ വാതിലുകളെ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തരും. അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ഒന്നിച്ച് സഹായിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവെ, നടക്കേണ്ടുന്ന ശുശ്രൂഷകളെല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കും. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഓരോരുത്തരും അനുഭവിച്ചറിയുവാൻ, ഓരോ മൺകൂടാരത്തിന്മേലും കർത്താവെ അവിടുത്തെ ശക്തി വ്യാപരിക്കുവാൻ, ഹല്ലേലൂയ, നീങ്ങിപ്പോകുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതാണെന്ന് ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട്. മുറ്റുമായിട്ട് ഞങ്ങളെ താഴ്ത്തുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരിക്കട്ടെ. പിതാവേ, പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഇടം മറന്ന്, ഹല്ലേലൂയ, നാം ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് അല്പസമയം ദൈവിക സാന്നിധ്യത്തിൽ നമുക്ക് വേർപെട്ടായിരിക്കാം. എന്നോടുള്ള നിൻ്റെ ദയ എത്ര വലിയത് എന്ന് കർത്താവിനെ ചേർന്ന് പാടി മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് പോവുകയാണ്. കരങ്ങളെ തട്ടി സന്തോഷത്തോടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എന്നോടുള്ള നിൻ്റെ ദയ എത്ര വലിയത്. ഹല്ലേലൂയ.
എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. അതു മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അമ്മ തന്നുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയയോടെ വീണ്ടെടുത്തല്ലോ. അമ്മ തന്നുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയയോടെ വീണ്ടെടുത്തല്ലോ. നരയോളം ചുമക്കാമെന്നരുളിയോനെ, നിന്നോട് തുല്യനായ ആരുമില്ല. ഹല്ലേലൂയ. നരയോളം ചുമക്കാമെന്നരുളിയോനെ, നിന്നോട് തുല്യനായ ആരുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. രോഗത്താൽ എൻ ദേഹം ക്ഷീണിച്ചപ്പോൾ ചാരത്തു വന്നെന്നെ സൗഖ്യമാക്കി. രോഗത്താൽ എൻ ദേഹം ക്ഷീണിച്ചപ്പോൾ ചാരത്തു വന്നെന്നെ സൗഖ്യമാക്കി. എന്നിലുള്ള ആയുസ്സു തീരും വരെ യേശുവിനായി ഞാൻ ജീവിച്ചിടും. എന്നിലുള്ള ആയുസ്സു തീരും വരെ യേശുവിനായി ഞാൻ ജീവിച്ചിടും. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീണം ചിന്തി വീണ്ടെടുത്തല്ലോ. ആമേൻ. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീണം ചിന്തി വീണ്ടെടുത്തല്ലോ. നിത്യതയോളവും നടത്തിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. നിത്യതയോളവും നടത്തിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. അതു മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും.
എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഗാനം പാടി കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർക്കുവാൻ, നന്ദിയോട് അങ്ങേ സ്തുതിക്കുവാൻ കർത്താവെ സഭയായിട്ട് നീ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോട് സ്തുതിക്കുന്നു. ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലതും ഉളവായി. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് ഞങ്ങളെ കണ്ടിരുന്നു. എൻഡ് ടു എൻഡ് കർത്താവ് ഞങ്ങളെ അറിയുന്നവനാകിയാൽ ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ അങ്ങയുടെ നാമത്തെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ 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 എന്ന് സ്തുതിക്കുന്നവനെ, മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ട് വണങ്ങുന്നവനെ ആരാധിക്കുവാൻ ഈ മൺകുടാരത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ തേജസ് കണ്ട്, അങ്ങയുടെ മുഖത്തിൻ്റെ ശോഭ കണ്ട് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ആരാധിപ്പാൻ അങ്ങ് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ വാഴ്ത്തുന്ന കർത്താവേ, സ്തുതിക്കുന്ന പിതാവേ. ഒന്നിച്ച് അല്പസമയം കൂടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളോട് ഇടപെടുമാറാകണം. ഞങ്ങളുടെ മൺകുടാരത്തിൽ അവിടുത്തെ ശക്തി വ്യാപരിക്കണം. ഹല്ലേലൂയ. അവിടുത്തെ ശക്തി നിറഞ്ഞവരായി ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നീ ഞങ്ങളെ സഹായിച്ചാട്ട്. അങ്ങയെ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും നീ ഞങ്ങളെ സഹായിച്ചാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വീണ്ടും ഒരു പാട്ട് കൂടി കൊയർ പാടുവാനായിട്ട് പോവുകയാണ്. ഓൾ മൈ ലൈഫ് യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ, ഗുഡ്നെസ് ഓഫ് ഗാഡ്. അനുഗ്രഹീതമായ ഒരു ഗാനം കൊയർ പാടുമ്പോൾ നമുക്കൊന്നിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. All my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. Hallelujah. I love you, Lord, for your mercy never fails me. All my days I've been held in your hands. From the moment that I wake up until I lay my head, I will sing of the goodness of God. All my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. All my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. I love your voice. You have led me through the fire in my darkest night. You are close like no other. I've known you as a father, I've known you as a friend. I have lived in the goodness of God. All my life you have been faithful. All my life you have been so, so good. With every
All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. All my life you have been faithful. Oh yes. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. All my life, all my life, all my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. I will sing of the goodness of God. I will sing of the goodness of God. I will sing of the goodness of my God. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല അനുഭവത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നിച്ചിങ്ങനെ പാടി സന്തോഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നാൽ ശുശ്രൂഷകളെല്ലാം നിറപടിയായിട്ട് നടക്കണമല്ലോ. ബൈബിൾ റീഡിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും കരങ്ങളിൽ ബൈബിളുള്ളവർ ബൈബിൾ എടുക്കുകയും വായിക്കുന്ന ഭാഗം ശ്രദ്ധയോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം. സിസ്റ്റർ ഷെബി തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 22. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്കൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തല കുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക. അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ. അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭിക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവരെൻ്റെ നേരെ വായി പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയുമിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ, അകന്നിരിക്കരുതേ. എൻ്റെ തുണയായുള്ളവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിങ്കൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ. യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേലിൻ്റെ സർവ്വ സന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവനെ മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രയേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും.
എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. വായിച്ചു കേട്ട അനുഗ്രഹീതമായ ആ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ കൂടി ദൈവിക ആത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ, അതിൻ്റെ ആലോചനകൾ നമ്മെ അറിയിക്കുവാൻ, അത് നമ്മുടെ ഹൃദയ നിലങ്ങളിൽ എഴുതപ്പെടുവാൻ, ഹല്ലേലൂയ, ഈ ഒരാഴ്ചപ്പെട്ട കാലം മുഴുവനും അത് അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. തുടർന്ന് നാം നമ്മുടെ വിഷയവുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയാകുന്ന നാം ഒന്നിച്ച് ചേർന്ന് വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കുവാനായിട്ട് പോവുകയാണ്. പ്രധാനമായിട്ട് 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. 1, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി ലോകമെമ്പാടും അറിയിക്കുവാൻ വേണ്ടുന്ന ദൈവിക കൃപ നമ്മുടെ മേൽ പകരപ്പെടണം. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം നമുക്ക് വിജയം തരണം. അനുഗ്രഹത്തോട്, ധൈര്യത്തോട്, ആത്മീക കൃപാവരങ്ങളോട് അത് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ പകരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വലിയ ശുശ്രൂഷ ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നോസിൻ്റെ പാഠശാലയ്ക്കായിട്ട്, ദ ഗേറ്റ് ചർച്ചിനായിട്ട്, അതുപോലെ തന്നെ TGTVക്കായിട്ട്, അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട്, ഹിന്ദി മേഖലകളിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കായിട്ട്, പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവ് പ്രത്യേക കൃപ നമ്മുടെ മേൽ പകരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന പല സഹോദരങ്ങളുണ്ട്. അവരുടെ രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ ഒക്കെ ഭാരപ്പെടുന്നവർ ഉണ്ട്. അവിടെ ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ അനുകൂലമായി കാണേണ്ടതിനായിട്ട്, സൗഖ്യവും സമാധാനവും അവരുടെ മേൽ വ്യാപരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായിട്ട്, മാനസികമായിട്ട് ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം സമാധാനിപ്പിക്കേണ്ടതിനായിട്ടും ദൈവിക വിടുതലും ദൈവിക അനുഗ്രഹങ്ങളും കണ്ട് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദ ഗേറ്റ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. മറ്റ് പല പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതൊക്കെ അനുഗ്രഹീതമായ നിലയിൽ നടക്കുവാൻ അതൊക്കെ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം പ്രത്യേക കൃപകളാൽ നിറയ്ക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നർ സർക്കിളിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ പ്രത്യേക ദൈവകൃപ അവരുടെ മേൽ വ്യാപരിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ ദൈവം നമുക്കിടയാകട്ടെ. കൂടാതെ ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ പലരും പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. അവരുടെ എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഇരുന്ന് സമാധാനിപ്പിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. കൂടാതെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് തുടർന്ന് നാം കേൾക്കുന്ന ആലോചനയിൽ കൂടി നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുവാനും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുവാനും അനേകർ ദൈവത്തെ സത്യമായിട്ട് വാസ്തവമായിട്ട് മനസ്സിലാക്കി ഹൃദയംഗമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും ഇടയാകട്ടെ. പരിശുദ്ധ ആത്മാവിനാൽ തുടർന്നുള്ള ശുശ്രൂഷകൾ നയിക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലും കർത്താവിൻ്റെ നാമം നമ്മുടെ മധ്യത്തിൽ ഉയരുവാൻ ദൈവം നമുക്കിടയാക്കണം. നമുക്കതിനായിട്ടെല്ലാം നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി തലയുണക്കിക്കാട്ട്, കണ്ണുകൾ അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടുത്തെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന സമസ്ത വിഷയങ്ങൾക്കായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക. ഹല്ലേലൂയ. സ്വർഗീയ സമാധാനം അതിൻ്റെ മേൽ പകരാം എന്നരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ നിലവുകളെ അവിടുത്തെ സ്വർഗീയ സമാധാനത്താൽ അങ്ങ് നിറയ്ക്കേണ്ടതിനായിട്ട്, ധൈര്യപ്പെടുത്തേണ്ടതിനായിട്ട് ഞങ്ങൾ വിശേഷാൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, രോഗങ്ങളിൽ പ്രയാസങ്ങളിലായിരിക്കുന്നവരുണ്ട്. വിശേഷാൽ ഇന്നും മീറ്റിങ്ങിലായിരിക്കുന്ന പല ആവശ്യങ്ങളുമായിട്ട് അവിടെ സന്നിധിയിലായിരിക്കുന്നവരുണ്ട്. എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാനും സൗഖ്യവും സമാധാനവും വിടുതലും കർത്താവെ ഈ യോഗം, ഈ പ്രാർത്ഥന, ആശീർവാദം പറയുന്നതിന് മുൻപേ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിപ്പാനും കർത്താവ് സഹായിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു.
ഒന്നും ഞങ്ങൾ അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു വലിയ അനുഗ്രഹത്തിന് കാരണമാക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായ ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ ഈ സഭായോഗത്തിൽ ആയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഒരു വിഷയം ചിന്തിച്ച് ആരംഭിച്ചുവെങ്കിലും അത് നമുക്ക് പറഞ്ഞ് മുഴുമിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പൗരോഹിത്യം എന്നൊരു വിഷയത്തിൽ നാം ചിന്തിച്ച് തുടങ്ങി. ഈ ദിവസം അത് പറഞ്ഞു തീർക്കുവാനും അതിലൂടെ ദൈവിക ദൂത് എന്താണെന്ന് മനസ്സിലാക്കുവാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനാധാരമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നാം വായിച്ചു തുടങ്ങിയത് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 18-ാം വാക്യമായിരുന്നു. അതിങ്ങനെ പറയുന്നു: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനായിട്ട് പിതാവായ ദൈവത്തോട് നാം ഓരോ ദിവസവും അകന്നകന്ന് പോയിക്കൊണ്ടേയിരുന്നു. ആദാമിൻ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജനം പിതാവായ ദൈവത്തെങ്കിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ഈ വിഷയത്തെ ആധാരമാക്കി നാം പൗരോഹിത്യം എന്ന വിഷയം പറഞ്ഞു തുടങ്ങിയെങ്കിലും അത് മുഴുമിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു മുഖവരകളും പറയാതെ ആ വിഷയത്തിലേക്ക് ഡയറക്റ്റ് വന്ന് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് പറഞ്ഞു തീർക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിൽ കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യഹൂദിയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിയ വിളിയിൽ അവരുടെ വാഗ്ദത്തത്തിൽ അവരുടെ ദൈവിക പദ്ധതിയിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ദൈവം കൽപ്പിച്ചാക്കിയിരുന്നു. കാര്യം അവർക്ക് യാഗങ്ങളും കാര്യങ്ങളുമൊക്കെ അർപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ യാഗം അർപ്പിക്കുവാനായിട്ട് ദൈവം ഒരു ശുശ്രൂഷകനെ കൽപ്പിച്ചാക്കി. അതാണ് പൗരോഹിത്യ ശുശ്രൂഷ. അതിനുവേണ്ടി അവർക്ക് ആലയവും അതിനുവേണ്ടി നല്ല ക്രമീകരണങ്ങളും ദൈവം ചെയ്തു കൊടുത്തു. ഈ പുരോഹിതൻ ഒരു വിശേഷ പുരുഷനാണ്. അതുകൊണ്ട് തന്നെ പൗരോഹിത്യ വസ്ത്രവും വിശേഷ അലങ്കാരങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി വരുവാൻ വേണ്ടുന്ന ഒത്തിരി ക്രമീകരണങ്ങളും ക്രമങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാനും കാണുവാനും ഇടയായി. അതിൽ കൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയത് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. അതുകൊണ്ട് അത് റീറ്റെയിൻ ചെയ്യേണ്ടത്, അത് നിലനിർത്തേണ്ടുന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനെ ആരെങ്കിലും വിമർശിക്കുകയോ വിരൽ ചൂണ്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ദൈവം ഡയറക്റ്റ് ഇൻസ്റ്റൻ്റ്ലി അവിടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് യഹൂദിയ വിശ്വാസത്തിൽ ദൈവം അവർക്ക് കൽപ്പിച്ചാക്കിയിരുന്ന ഒരു ശുശ്രൂഷയാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ആ ഒരു പൗരോഹിത്യവുമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിലൂടെ നാം ആത്മീക ഇസ്രായേൽ അല്ല, നാം ഒരു റീപ്ലേസ്മെൻറ്റ് തിയോളജിയിൽ കൂടി ക്രിസ്ത്യാനികളായവരല്ല. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും തനി വിളിയാണ്. നാം സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. ഈ കൃപായുഗത്തിൽ കർത്താവിൻ്റെ കരുണാ കാലഘട്ടത്തിൽ നമ്മെ രക്ഷിക്കുവാനായി ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു രക്ഷാ പദ്ധതിയും ഒരു രക്ഷിത ഗണവുമാണ് ക്രിസ്ത്യാനികൾ എന്ന് ഇതിൽ കൂടി മനസ്സിലാക്കി തരുവാനാണ് ഞാൻ ഈ പൗരോഹിത്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. ഏറ്റവും അതിശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയായിരുന്നു. എന്നാൽ അത് നമുക്കുള്ള ശുശ്രൂഷ അല്ലായിരുന്നു എന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആത്യന്തികമായിട്ട് ഈ സെർമണിൽ കൂടെ ഒക്കെ ആഗ്രഹിക്കുന്നു. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലേവ്യ ഗോത്രത്തിൽ അഹരോന്യ ഗ്രഹത്തിൽ നിന്ന് വിളിച്ചാക്കിയിരിക്കുന്ന ആ സന്തതി പരമ്പര, അഹരോനും തൻ്റെ സന്തതി പരമ്പരകളുമാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടുന്നത്. അവരുടെ പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ചും അവരുടെ ശുശ്രൂഷകളെക്കുറിച്ചും ഒക്കെ അല്പമായിട്ട് നമ്മൾ ചിന്തിച്ചു. ഇന്ന് ഞാൻ അധികം മുഖവരയിൽ നിൽക്കാതെ ഈ വിഷയത്തിലേക്ക് വരികയാണ്. കാര്യം ഇതിൻ്റെ ഒരു അല്പം കൂടെ ചില വശങ്ങൾ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ഈ പൗരോഹിത്യവും ക്രിസ്തീയ വിശ്വാസവുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരു പൗരോഹിത്യമോ ഒരു നിയമാവലികളോ ഒരു യാഗമോ ഒരു വഴിപാടോ ഒന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
നാം ആത്മീക ഇസ്രായേൽ എന്നൊരു ഉപദേശം ഉണ്ടായിരിക്കുന്നതിനാൽ നമ്മുടെ ഈ പൗരോഹിത്യം നമുക്കുള്ളതാണ് എന്ന് വരുത്തി തീർക്കുവാൻ നാം അതൊക്കെ ഫോളോ ചെയ്യുന്നു. അഹരോന്യ പൗരോഹിത്യം, അത് മോശയിൽ കൂടി, മോശ അഹരോനോട് ഒന്നിച്ച് ചേർന്ന് നമ്മുടെ പല പൗരോഹിത്യ സഭകളിലും എക്യുമെനിക്കൽ ചർച്ചുകളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഗീതമുണ്ട്. ഞാൻ അതിനെയൊന്നും വിമർശിക്കുകയല്ല. ആ ഒരു വിശ്വാസം എങ്ങനെ അവരുടെയൊക്കെ ഉള്ളിൽ അത്ര ഉറച്ചിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യ ആചാരത്വം പ്രാപിച്ചു അഹരോൻ മോശയോട് ഒന്നിച്ച്. ആ ഒരു ഗീതം നിങ്ങളിൽ പലർക്കും അറിയാം. ആദ്യ ആചാരിത്യം, അതായത് ആദ്യത്തെ പുരോഹിതൻ അഹരോനായിരുന്ന പുരോഹിതനും മോശയോട് ഒന്നിച്ചത് ദൈവത്തിങ്കിൽ നിന്ന് ആ പൗരോഹിത്യം സ്വീകരിച്ചു. മോശ അത് സ്കറിയായിക്ക് ഏകി. സ്കറിയ അതായത് സക്കരിയ പുരോഹിതനേതി യോഹന്നാൻ സ്നാപകൻ്റെ പിതാവ്. സ്കറിയ അത് യോഹന്നാൻ ഏകി. യോഹന്നാൻ അത് കർത്താവിനും കർത്താതൻ സ്ലീഹന്മാർക്കും. അങ്ങനൊരു ഗീതം നമുക്ക് നമ്മുടെ ഇടയിലുണ്ട്. ഈ എക്യുമെനിക്കൽ ചർച്ചകളിലൊക്കെ നമുക്ക് കാണാം. അതിൽ കൂടെ ഒക്കെ പറയാൻ അവരാഗ്രഹിക്കുന്നത് അഹരോനിൽ കൂടി, മോശയിൽ കൂടി, സക്കരിയ പുരോഹിതനിൽ കൂടി, യോഹന്നാൻ സ്നാപകനിൽ കൂടി കർത്താവ് യേശു ക്രിസ്തുവിലെത്തിയെന്നും അത് സ്ലീഹന്മാരിൽ കൂടി ഇന്ന് നമ്മിൽ എത്തിയിരിക്കുന്നു എന്നുമാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ അവരെ വിമർശിക്കുകയല്ല, അതിലൊരു സത്യാവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളുടെ ഹൃദയ നിലങ്ങൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കൈമാറ്റം നടത്തുവാൻ ആത്മീകമായിട്ട് കഴിയത്തില്ല. ഒന്നാമത് ഈ സക്കരിയ പുരോഹിതനിൽ നിന്നും യോഹന്നാൻ സ്നാപകനിലേക്ക് അങ്ങനെ ഒരു സംഗതി കൈമാറിയിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ ഒരു മഹാപുരോഹിതനുമായിരുന്നില്ല. തന്നെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവം വിളിക്കുക, തന്നെ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിക്കാനായിട്ട് സ്നാപക യോഹന്നാൻ. ഇതൊരു വിളിയും തിരഞ്ഞെടുപ്പുമേ ദൈവിക പദ്ധതി. അത് പൗരോഹിത്യ ശുശ്രൂഷയല്ല. അതിൽ കൂടെ യേശു ക്രിസ്തുവിനെ സ്നാനം കഴിപ്പിക്കുമ്പോൾ യോഹന്നാൻ യേശു ക്രിസ്തുവിന് കൈമാറാൻ പറ്റത്തില്ല. കാര്യം യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ലേവ്യ ഗോത്രത്തിലെ അഹരോന്യ ഗ്രഹത്തിലുള്ളൊരു ശുശ്രൂഷ യഹൂദ ഗോത്രത്തിലേക്ക് കൈമാറാൻ പറ്റത്തില്ല. അങ്ങനെ യേശു ക്രിസ്തുവിൽ കൂടെ അത് ശിഷ്യന്മാർക്ക് കൈമാറി. അതല്ല ഇന്ന് കാണുന്ന പൗരോഹിത്യം. യേശു ക്രിസ്തു പുരോഹിതനാണ്. കർത്താവ് ആ മഹാപൗരോഹിത്യം മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായിരിക്കുക. ആ പൗരോഹിത്യവുമായിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ എന്നേക്കുമുള്ള ഒരു മഹാപുരോഹിതനായിട്ട് അവർക്ക് വേണ്ടി ദൈവം പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുക. അതാണ് അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും. എന്നാൽ ഈ പദ്ധതിയിൽ ഒന്നുമല്ല ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചിരിക്കുന്നത്. അവർ പാടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ദൈവം അവരെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം ഉലക സ്ഥാപനത്തിന് മുമ്പേ സ്വർഗത്തിൽ മറഞ്ഞിരുന്നതായ ഒരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുക. ഇതിനെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപായുഗമെന്നും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെന്നും ഒക്കെ പറയുന്ന ക്രിസ്തീയ വിശ്വാസം. ഇത് സ്വർഗത്തിലേക്ക് പോകുന്നതും സ്വർഗത്തിൽ നിത്യം വസിക്കുന്നതുമായ പദ്ധതിയാണ്. ഇവിടെ യാഗമോ വഴിപാടോ പുരോഹിതനോ ആലയമോ ഒന്നും വിഷയമേ അല്ല. ഇന്ന് നമ്മളാണ് ആലയം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുക. നമ്മളിവിടെ ഒരു യാഗമോ വഴിപാടോ ഒന്നും അർപ്പിക്കുന്നില്ല. അതെല്ലാം കർത്താവ് ഒരിക്കലായി അർപ്പിച്ചു കഴിഞ്ഞു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും നാം ഇന്ന് ദൈവിക കരുണപ്രകാരം ആ രക്ഷയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും സംഭവം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ആത്മീക ഇസ്രായേലാണെന്ന് പറഞ്ഞ് നാം സിയോനെ നോക്കി, കനാനെ നോക്കി നാം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ക്രിസ്തീയ ഗോളത്തിൽ ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ വന്നിരിക്കുന്നു. അത് സ്നേഹത്തോട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദൈവം ഇടപെടുന്നവർക്ക് അത് മനസ്സിലാകട്ടെ. പറയുവാനല്ലാതെ നമുക്ക് ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുവാനും പറയുവാനും നമുക്കത് മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കുവാനുമാണ് ഞാൻ സഭായോഗങ്ങളിൽ അത് സംസാരിക്കുന്നത്. ഇന്ന് നാം ഈ ചെയ്യുന്ന പൗരോഹിത്യ ശുശ്രൂഷ ആത്മീകമായി നോക്കിയാൽ വേദവിപരീതമാണ്. എന്നിരുന്നാലും സംബഡി ഹാസ് സം ഇൻട്രസ്റ്റ് ഓർ സം ടാർഗറ്റ് ടു അച്ചീവ്. അത് കാരണം കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആരും അതിനെ വിമർശിക്കാനോ ചോദിക്കുവാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. കാര്യം നമുക്കെല്ലാവർക്കും നാം എന്തോ ഒരു ഇസ്രായേലിയനാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്കെന്തോ അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നതിൽ ഒത്തിരി അഭിമാനം കൊള്ളുന്നവരാണ്. സംഭവം നമ്മൾ അവരാണെന്ന് പറയുന്നതിൽ ഒത്തിരി അവരുടെ ഭാഗമാണെന്നോ നമ്മുടെ തറവാട് അവിടെ ആണെന്നോ അവരിൽ കൂടെ നമുക്ക് ലഭിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വലിയ അഭിമാനമായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ കാര്യം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻറ്റ് തൊട്ടിയിൽ ചാടിയ കുറുക്കൻ്റെ കാര്യം പറഞ്ഞതുപോലെ നാം യഹൂദനുമായിട്ട് ആത്മീകമായിട്ട് യാതൊരു ബന്ധവും ഉള്ളതല്ല എന്ന് നമുക്ക് തിരുവചനം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ അത് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയത്തില്ല.
ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഒരിടത്തുനിന്നും വന്നിരിക്കുന്ന ഒരു പിന്തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന കാര്യമല്ല, പാരമ്പര്യമായിട്ടോ അങ്ങനെ പിതാക്കന്മാരിൽ കൂടെ കൈമാറി വന്നത് ഒന്നുമല്ല. ദൈവം അവരെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ പുതുതായിട്ട് ഒന്നേന്ന് ആരംഭിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് ദൈവം ആരംഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതിനുവേണ്ടി ലോകത്തിലെ നമ്പർ 1 പാപിയെ വിളിക്കണമായിരുന്നു. അങ്ങനെ തർസോസുകാരനായിരുന്ന ശൗലിനെ വിളിച്ച്, അതായത് പൗരുഷുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ഓർഡറിട്ട, ലോകത്തിലെ ഏറ്റവും വലിയ പാപം ചെയ്യിപ്പിച്ച ആ പാപികളിൽ ഒന്നാമനായ ശൗലിനെ വിളിച്ച് സ്വർഗത്തിൽ അന്ന് വരെ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം ഓപ്പൺ ആക്കി കാണിക്കുകയും അതിൽ കൂടി ലോകത്തെ അറിയിക്കുകയും ജാതികൾ രക്ഷിക്കപ്പെട്ട സകല മനുഷ്യരും രക്ഷയിലേക്ക് വരുന്ന ഒരു സ്വർഗീയ പദ്ധതി. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഇതും യഹൂദിയ വിശ്വാസവുമായിട്ടോ അവർക്ക് തനാക്കിൽ കൊടുത്തിരുന്ന ഉപദേശങ്ങളുമായിട്ടോ ഒന്നും നമുക്ക് ആ ഒരു ശുശ്രൂഷകളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഓഫ് കോഴ്സ് കർത്താവ് ജനിക്കുന്നത് ഇസ്രായേലിലാണെന്നുള്ളൊരു വളരെ വാസ്തവമാണെങ്കിലും കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ശുശ്രൂഷ ക്രിസ്തീയ ശുശ്രൂഷ, അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ളൊരു മിനിസ്ട്രിയാണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്തീയ മാർഗം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ജഡത്തിൽ മുമ്പ് അറിഞ്ഞിരുന്നു, ഇപ്പോൾ അങ്ങനെ അറിയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അതായത് 2-ാമത്തെ കൊരിന്ത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം ചില വാക്യങ്ങൾ 16 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ പറയുകയാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. യേശു ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു, എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഈ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന ശുശ്രൂഷയോ ജഡത്തിൽ അവതരിച്ചപ്പോഴത്തെ ഈ ലോകത്തിൽ ചെയ്ത പ്രവൃത്തികളോ അതൊന്നുമല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. സ്വർഗത്തിൽ നിന്നും കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗത്തിൽ നിന്നും ദൈവം പൗലോസ് അപ്പോസ്തലൻ കൂടി അറിയിച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതിയാണ്. അതാണ് റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ ആ 13 ലേഖനങ്ങളിൽ കൂടി നമ്മളെ എഴുതി അറിയിച്ചിരിക്കുന്നത്. ഇത് മുഴുവനും മർമ്മമായിരുന്ന സ്വർഗീയ പദ്ധതിയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. അതിൽ കൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ട്, നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒത്തിരി പേർക്ക് ഈ വിഷയങ്ങളെ ഉൾക്കൊള്ളുവാൻ മാത്രം ദൈവം അവരുടെ ഹൃദയനിലങ്ങൾ വിശാലമാക്കിയിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അനേകർക്ക് ഈ കാലങ്ങളിൽ അത് മനസ്സിലാകുവാൻ ദൈവം സഹായിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായ ചിന്തയിൽ ഞാൻ വരുമ്പോൾ ഈ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞ് ന്യായപ്രമാണത്തിൻ്റെ ചില കാര്യങ്ങളൊന്ന് ഓർപ്പിച്ച് കാട്ടൊലിവായിരുന്നു നമ്മെ വെട്ടി എങ്ങനെ നല്ലൊലിവിൽ ഒട്ടിച്ചു എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഈ യഹൂദീയ വിശ്വാസമല്ല ക്രിസ്തീയ വിശ്വാസം എന്നൊന്ന് ഉറപ്പിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങളതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. തിരുവചനം നാം ധ്യാനിച്ചു കഴിഞ്ഞാൽ അഹരോന്യ പൗരോഹിത്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീരുമ്പോൾ ഒരിക്കലായി ആ എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ച് മഹാപുരോഹിതനായിട്ട് ആ ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് മുൻപായിട്ട് ഈ അഹരോന്യ പൗരോഹിത്യം അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-2 ചിന്തകൾ നിങ്ങളെ ഒന്ന് കാണിച്ച് ആ വിഷയം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൻ്റെ തലേ ദിവസം ആ ഗത്സമനയിൽ വെച്ച് കർത്താവിനെ പിടിക്കുകയും ശേഷം കർത്താവിനെ സന്നിധിൻ സംഘത്തിൽ നിർത്തിയിരിക്കുന്നതും മഹാപുരോഹിതൻ തന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നതുമായ ഒരു രംഗം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം പഠിച്ചാൽ നമുക്കത് കാണാം. അവിടെ താൻ ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവോ? അങ്ങനൊരു അപരാധമാണ് കർത്താവിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അതെ എന്ന് പറയുന്ന ഒരു രംഗം നമുക്ക് കാണാം. ഞാൻ വാനമേഘങ്ങളിൽ മേഘങ്ങളെ തേരിലാക്കി ഞാൻ വരുന്നത് നിങ്ങൾ കാണും എന്ന് പറയുന്ന ഒരു രംഗം കേൾക്കുമ്പോൾ ഈ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലേവ്യ പുസ്തകത്തിൻ്റെ ക്രമപ്രകാരം പുരോഹിതൻ വസ്ത്രം കീറുവാൻ പാടില്ല. അങ്ങനെ കീറിയാൽ ആ പൗരോഹിത്യം കീറിപ്പോകുന്നതിനും കീറി മാറുന്നതിനും തുല്യമാണ്. അതുകൊണ്ട് മഹാപുരോഹിതൻ ഒരിക്കലും തൻ്റെ വസ്ത്രം കീറുവാൻ പാടില്ല. ഇവിടെ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ സന്നിധിൻ സംഘത്തിൽ നിൽക്കുമ്പോൾ, അതായത് തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് തലേ ദിവസം മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം വലിച്ച് കീറുന്നതായിട്ട് നമുക്ക് കാണാം. പൗരോഹിത്യം ഒരു കണക്കിൽ അവിടെ കീറി മാറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 26-ാമത്തെ അധ്യായം അതിൻ്റെ 62 മുതൽ 65 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ?
ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവ്വശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ എന്ന് പറയുന്നു. യഹൂദൻ്റെ ഒരു കഷ്ടമാണിത്. ദൈവദൂഷണം, ദൈവനീതിക്ക് നിരക്കാത്തത് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവർ ഡ്രസ്സ് വലിച്ച് കീറുന്നത് കാണാം. കാര്യം അവരുടെ ആ ഒരു അതൃപ്തി, അതിലെ ആ ഒരു അസഹിഷ്ണുത കാണിക്കുന്ന ഒരു കഷ്ടമാണ്. അതുപോലെ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ മേഘങ്ങളെ തേരിലാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇനി സാക്ഷികൾ കൊണ്ട് എന്താവശ്യം? ദൈവദൂഷണം പറയുന്നത് നമ്മൾ തന്നെ കേട്ടല്ലോ എന്ന് പറഞ്ഞ് മഹാപുരോഹിതൻ തൻ്റെ ഡ്രസ്സ് വലിച്ചു കീറുന്ന ഒരു രംഗം നമുക്കിവിടെ കാണാം. ലേവ്യ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ പുരോഹിതൻ തൻ്റെ ഡ്രസ്സ്, തൻ്റെ വസ്ത്രം കീറിക്കഴിഞ്ഞാൽ ആ പൗരോഹിത്യം കീറി മാറുന്നത് പോലെ തുല്യമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ കർത്താവിനെ ക്രൂശിക്കുന്നതിൻ്റെ തലേ ദിവസം മഹാപുരോഹിതൻ തൻ്റെ ഡ്രസ്സ്, തൻ്റെ പൗരോഹിത്യ വസ്ത്രം വലിച്ചു കീറുമ്പോൾ ഓൾമോസ്റ്റ് ആ പൗരോഹിത്യം കീറി മാറപ്പെടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം വരാനുള്ള മഹാപുരോഹിതൻ്റെ മുന്നിൽ ലേവ്യ പൗരോഹിത്യത്താലുള്ള പൗരോഹിത്യം കീറി മാറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്ത ഒരു ഇൻസ്റ്റൻസ് ഞാൻ ഇതിൽ കൂടെ നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, ദൈവാലയത്തിൻ്റെ തിരശീല കീറി മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഈ പുരോഹിതനെ ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവാലയമാണ്. അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലം, പരിശുദ്ധ സ്ഥലം, പ്രാകാരം, അതിനെ അങ്ങനെ വേർതിരിച്ചിരിക്കുകയും ദൈവിക സാന്നിധ്യം ഇറങ്ങി വരികയും ചെയ്യുന്നതാണ് ഹോളി ഓഫ് ഹോളീസ് അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലം. അതിനെയും പരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വലിയ കർട്ടൻ, ഒരു തിരശീല അവിടെയുണ്ട്. ആ തിരശീല മേൽമുട്ട അടി വരെ കീറി മാറ്റപ്പെടുകയാണ്. മേലെ താഴേന്ന് കീറിയെന്നെങ്കിൽ മനുഷ്യരാരെങ്കിലും കീറിയെന്ന് പറയാം. ഇത് മേലെ നിന്ന് ദൈവം അതിനെ കീറി മാറ്റിയിരിക്കുകയാണ്. ഇവിടുത്തെ ദൈവിക സാന്നിധ്യം പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം അതോടെ ഇല്ലാതെ ആയിരിക്കുകയാണ്. ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നിരുന്നു. ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ കയറി ചെന്നിരുന്നു. എന്നാൽ ഈ തിരശീല കീറി മാറപ്പെടുമ്പോൾ അവിടുത്തെ പ്രത്യേകതയും അവിടുത്തെ പ്രത്യേക പ്രാധാന്യവും ഇല്ലാതാകപ്പെടുകയാണ്. അതിനുശേഷം ഈ അതിപരിശുദ്ധ സ്ഥലത്തല്ല, 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, അതായത് അവരൊരു ഭവനത്തിൽ കൂടിയാലും ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോ മരത്തിൻ്റെ ചുവട്ടിലോ വാഹനത്തിലോ എവിടെ കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ഇല്ലാതെയായിരിക്കുകയാണ്. അവിടെ മഹാപുരോഹിതൻ കയറി ചെല്ലേണ്ടുന്ന, ആണ്ടിലൊരിക്കൽ കയറി ചെല്ലേണ്ടുന്ന ഒരു ആവശ്യവുമില്ലാതെ തിരശീല കീറി മാറി അത് പരിശുദ്ധ സ്ഥലവുമായിട്ട് സമാനമായ നിലയിലായി മാറിയിരിക്കുകയാണ്. ഇവിടെയെല്ലാം നമ്മളെ കാണിക്കുന്നത് പൗരോഹിത്യ ശുശ്രൂഷയോ യാഗങ്ങളോ വഴിപാടുകളുടെ ഒന്നും ആവശ്യമില്ലാത്ത നിലയിൽ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി നമുക്കുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ യാതൊരു പൗരോഹിത്യത്തിൻ്റെയും ആവശ്യം പിന്നീട് ബാക്കി നിൽക്കുന്നില്ല. ഇന്ന് അവിടെ നിന്നും മഹത്വത്തിൻ്റെ പ്രത്യാശയായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. സീത യഹൂദന്മാരോട് പറഞ്ഞതും സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്ന ആ ലിറ്റിൽ ഫ്ലോക്സ് അവർക്ക് കൊടുത്തിരുന്ന ഉപദേശമാണ്, 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്നത് അതിനേക്കാളും ശ്രേഷ്ഠമായ പദവിയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം ഇന്ന് നമ്മുടെ ശരീരമാണ്. ഈ കൃപായുഗത്തിലെ ഒരു ഓർഡറും ദൈവിക പദ്ധതിയും അല്ല അന്ന് അവർക്ക് കൊടുത്തിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദൈവിക പദ്ധതികൾ. ഇന്ന് ദൈവത്തിൻ്റെ മന്ദിരം നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമല്ലയോ? അതിനെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ അവരോട് പറയുകയാണ്, ഈ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെയും പരിശുദ്ധ സ്ഥലത്തിൻ്റെയും ഇടയിലുള്ള ആ തിരശീല കീറി മാറപ്പെടുകയും പൗരോഹിത്യ ശുശ്രൂഷയുടെ ഇമ്പോർട്ടൻസ് അവിടെ ഇല്ലാതാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇനിയും തീർന്നില്ല, അവിടെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, കാൽവറി ക്രൂശിൽ ക്രൂശിച്ച കള്ളന് പാപക്ഷമ ലഭിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് വെറുതെ കൊടുത്തതല്ല. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായിരിക്കുകയാണ്. തൻ്റെ ഇടത്തും വലത്തും 2 കള്ളന്മാരെ ക്രൂശിച്ചിരിക്കുകയാണ്. അതിൽ ഒരു കള്ളൻ കർത്താവിനോട് പറയുക, കർത്താവേ,
നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള യഹൂദിയ പാരമ്പര്യത്തിൽ ഞാൻ വളർന്നവനാണ്. നീ ക്രിസ്തുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ രാജാതിരാജാവായിട്ട് മടങ്ങി വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ എന്നൊരു മഹാ അനുതാപമുണ്ടായിട്ട് അവൻ കർത്താവിനോട് അപേക്ഷിക്കുക. അവൻ്റെ ആ മനസ്സിൻ്റെ അനുതാപം, അവൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന അനുതാപം, അതാണ് ഒരു യഹൂദനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ ദൈവം ആഗ്രഹിച്ചത് മുഴുവനും ഇതാണ്. ഈ കള്ളനുണ്ടായിരിക്കുന്ന അനുതാപം കണ്ടിട്ട് അവനെ നോക്കിയിട്ട് പറയുക, നീ അതുവരെ കാത്തിരിക്കേണ്ട, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. ഞാൻ രാജാവായിട്ട് വരുമ്പോൾ എന്നെ കൂടെ ചേർത്ത് കൊള്ളണമേ, എന്നെ കൂടെ ഓർത്തു കൊള്ളണമേ എന്നാണ് ഈ കള്ളൻ അപേക്ഷിച്ചത്. എന്നാൽ അവനെ മനസ്സിലാക്കിയ ദൈവം പറയുകയാണ്, ഇവിടെ ഒരു പുരോഹിതൻ്റെയും ആവശ്യമില്ല, ഇവിടെ ഒരു യാഗത്തിൻ്റെയും ആവശ്യമില്ല, ഒരു അതിപരിശുദ്ധ സ്ഥലത്ത് നീ കയറി ചെല്ലേണ്ട ആവശ്യമില്ല, നിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു കാളക്കുട്ടിയെയും ഒരു ആട്ടുകൊറ്റനെയും അറക്കേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയാൽ ഹല്ലേലൂയ അനുദപിക്കുന്ന ഹൃദയത്തോട്, ഇതാണ് കർത്താവ് പ്രസംഗിച്ച സുവിശേഷം. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്നാൽ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവരോട് യോഹന്നാനും കർത്താവായ യേശു ക്രിസ്തുവും എല്ലാം പ്രസംഗിച്ചത് ഇതാ. പള്ളി മുഴുവനും കയറി ഇറങ്ങി കർത്താവ് പ്രസംഗിച്ചത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കള്ളൻ ചെയ്യുന്നത് അതാണ്. അദ്ദേഹം കർത്താവിനോട് പറയുകയാണ്, മാനസാന്തരം അനുതാപമുണ്ടായിട്ട് നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. പത്രോസ് അപ്പോസ്തലന് വെളിപ്പെട്ട ആ വെളിപ്പാടാണ് ഈ കള്ളൻ അവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന അനുതാപം, അവൻ പറയുകയാണ്, കർത്താവേ നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് എനിക്ക് മനസ്സിലായിരിക്കും. അതാണ് അവരുടെ വിശ്വസിക്കേണ്ടത്, അതാണ് അവരുടെ സുവിശേഷം. എന്നിട്ട് പറയുകയാണ്, നീ രാജാവായിട്ട് വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. എക്സാക്ട്ലി ദിസ് ഈസ് വാട്ട് ഗോഡ് വാണ്ട്സ്. ഇതാണ് ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ കള്ളനിൽ ആ അനുതാപം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇനി ഒരു മഹാപുരോഹിതൻ്റെയും ആവശ്യമില്ല, ഒരു തിരശീലയുടെയും ആവശ്യമില്ല. നിനക്ക് ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ പർദീസയിൽ, ഇന്ന് തന്നെ നീ എന്നോട് പർദീസയിലിരിക്കുമെന്ന് പറയുക. ഇവിടെ പൗരോഹിത്യ ശുശ്രൂഷയുടെയോ ഈ യാഗത്തിൻ്റെയോ ഒന്നും ഒരാവശ്യമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാറ്റപ്പെടുകയാണ്. ഇതിന് ശേഷം വീണ്ടും ഒരു പുരോഹിതനെ അവർ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർത്താവിലൂടെ നിറവേറിയ ആ മഹാപൗരോഹിത്യ ശുശ്രൂഷയെ അവർ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ലൈക്ക് വൈസ് നമ്മൾ ഇന്ന് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണീയ പദ്ധതിയെ മനസ്സിലാക്കാതെ വേറെ പല കാര്യങ്ങളും മത്തായി, മർക്കോസ്, ലൂക്കോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കർത്താവ് നിവർത്തിച്ച കാൽവറി യാഗത്തിന് യാതൊരു അർത്ഥവും ഇല്ലാതായി പോവുകയാണ്. ഉൾക്കൊള്ളുവാനും മനസ്സിലാകുവാനും കഴിയുന്നവർക്കും ദൈവസ്നേഹം ബാക്കി നിൽക്കുന്നവർക്കായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ആ കള്ളനോട് കർത്താവ് കരുണ കാണിക്കുമ്പോൾ അവൻ പറഞ്ഞ സുവിശേഷം യേശു തന്നെ ക്രിസ്തു, അവൻ രാജാതിരാജാവായി വരാൻ പോകുന്നു. കർത്താവെ നീ രാജാതിരാജായി വരുമ്പോൾ എന്നെയും സ്വീകരിക്കണമേ എന്നാണ് അവൻ പറഞ്ഞത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ അതിൽ പറയുകയാണ്, കരുണ ലഭിക്കേണ്ടതിന് എപ്പോഴും അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. ഏത് സമയത്തും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നിരിക്കുക. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ശുശ്രൂഷിച്ചിരുന്നിടത്ത് വിറച്ചുകൊണ്ട് തൻ്റെ പാപങ്ങൾക്കും ജനത്തിൻ്റെ പാപങ്ങൾക്കുമായിട്ട് ആട്ടുകൊറ്റൻ്റെയും കാളക്കിടാങ്ങളുടെയും ഒക്കെ രക്തവുമായിട്ട് ആണ്ടിലൊരിക്കൽ വിറച്ചുകൊണ്ട് മഹാപുരോഹിതൻ മാത്രം കയറി ചെന്നിരുന്നിടത്ത് ഇന്ന് നമുക്കെല്ലാവർക്കും കയറി ചെല്ലുവാൻ ദൈവം മഹാഭാഗ്യം തന്നിരിക്കുന്നുവെന്ന് ആ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് എബ്രായ ലേഖനത്തിൽ പറയുക. അവരോട് പറയുകയാണ്, അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ആ ഒരു മഹാഭാഗ്യമാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. നമ്മുടെ വിളി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുക, പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക. ദ മൊമെൻറ്റ് യു ട്രസ്റ്റ് ഇൻ ദ ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ആർ സേവ്ഡ്. മനസ്സിലായോ? പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ സീല് ചെയ്തിരിക്കുക, മുദ്രയിട്ടിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഇങ്ങനൊരു പൗരോഹിത്യ ശുശ്രൂഷയോ ഒരു യാഗമോ അല്ലെന്നുണ്ടെങ്കിൽ വഴിപാടോ ഇതിനു വേണ്ടി ഒരു ആലയമോ അതിപരിശുദ്ധ സ്ഥലമോ പരിശുദ്ധ സ്ഥലമോ ഒന്നും അല്ല നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ 15 വരെ പുതിയ നിയമസഭ എന്ന് പറയാൻ കഴിയത്തില്ല, ഈ കാലഘട്ടത്തിലെ ക്രിസ്തീയ സഭ അല്ലെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ആ ഒരു ശുശ്രൂഷ വൃന്ദം
അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു നേതൃത്വം നിര നമ്മളെ എങ്ങനെ നയിക്കണം, പൗരോഹിത്യം പോലെ നമ്മളെ നയിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത് ആരെയാണ് എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 15 വരെ മിനിമം താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുകയാണ്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. സഭയിൽ ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇവരെ എന്തിനാണ് നിയമിച്ചിരിക്കുന്നത്? ഓൾറെഡി പുരോഹിതൻ എന്ന് പറയുന്നൊരു ശുശ്രൂഷ ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അഡീഷണൽ കാര്യങ്ങൾ ആരൊക്കെയാണ്? ഈ ഇടയനും സുവിശേഷകനും ഒക്കെ ആരൊക്കെയാണ്? ആ ഒരു ശുശ്രൂഷയും ആ ഒരു ദൈവാലയവും ആ ഒരു വഴിപാടും യാഗവും ന്യായപ്രമാണവും ആ പാരമ്പര്യവും എല്ലാം നിന്നുപോയി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഇതൊരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതല്ല. എല്ലാ മനുഷ്യർക്കും, ലോകത്തിലുള്ള സകല മാനവജാതിക്കും രക്ഷപ്പെടുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമായത്. ഇവിടുത്തെ രക്ഷാപദ്ധതിക്ക് വേണ്ടി അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഇതിലെ അപ്പോസ്തോലിക ശുശ്രൂഷ സ്വർഗത്തിൽ മർമ്മമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതി നമ്മെ അറിയിക്കുക എന്നുള്ളൊരു പ്രത്യേക ദൗത്യമായിരുന്നു. അതിനുവേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരുന്ന ഒരു ശുശ്രൂഷയാണ്. ആ ദൗത്യം നമ്മളെ അറിയിച്ചു കഴിഞ്ഞു, നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. 2 പ്രവാചകന്മാരെന്നൊരു ശുശ്രൂഷയാണ്. അവരിൽ കൂടി ഈ കാര്യങ്ങളൊക്കെയും ദൈവം പ്രവചിച്ചിരുന്നു. അപ്പോസ്തലന്മാരിൽ കൂടി പ്രവാചകന്മാരിൽ കൂടി ആ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ മർമ്മങ്ങൾ ദൈവം ലോകത്തെ അറിയിച്ചു. അതാണ് ഈ 12 ലേഖനങ്ങളിൽ കൂടി 13 ലേഖനങ്ങളിൽ കൂടി നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. ഇന്ന് ഉള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് അവൻ ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു. ഇതാണ് ഇന്ന് ബാക്കി നിൽക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷകൾ എന്ന് പറയുന്നത്. ഇവിടെ ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, ഇവിടെ പാസ്റ്ററുണ്ട്, ഇവിടെ ടീച്ചറുണ്ട്. അവൻ ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ നിയമിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷകൾ ഇന്ന് ബാക്കി നിൽക്കുകയാണ്. അത് എന്തിനാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ദൈവം ഈ ശുശ്രൂഷകളെ കൽപ്പിച്ചാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12-ാമത്തെ വാക്യം, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഐക്യതയും തികവും യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസവും ഒക്കെ നമ്മളിൽ വർദ്ധിച്ചിട്ട് നമ്മൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുവാൻ, വേറെ ഒരു ദുരുപദേശത്തിലും പെട്ടുപോകാതെ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ വിളി എന്താണ്, ഈ യഹൂദിയ വിശ്വാസത്തിൽ എസ്പെഷ്യലി അതുമായിട്ട് നമ്മൾ ഇടകലർന്നു പോകാതെ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് നമുക്ക് വാസ്തവത്തിൽ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധന എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ സ്പിരിച്വൽ എഡിഫിക്കേഷൻ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീകമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാകുന്നു ഇവരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതെന്ന് പറയുക. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ശുശ്രൂഷകന്മാർ ഇവരാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യം, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഒത്തിരി ദുരുപദേശത്തിൽ ഒത്തിരി കൺഫ്യൂഷനുകളിൽ നമ്മളെ ആക്കിയിട്ട് സത്യവചനത്തിൽ നിന്നും വിളിയും തിരഞ്ഞെടുപ്പും മാറി നാം ഒത്തിരി വേറെ ഉപദേശങ്ങളിൽ പെട്ടുപോകാതിരിപ്പാൻ അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലെ ആയിത്തീരാതെ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, യേശു ക്രിസ്തു തലയും നാം ശരീരവുമാണ്, നാം ശരീരമാകുന്ന നാം യേശു ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമ്മെ ശുശ്രൂഷയ്ക്കായി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന 5 ശുശ്രൂഷകളാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ കൂടി ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ശ്രമിക്കുന്നത്, നാം ആത്മീക ഇസ്രായേൽ അല്ല, നാം സ്പിരിച്വൽ ഇസ്രായേൽ അല്ല. നമ്മുടെ വിളി തനിയായി ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് വിളിച്ചിരിക്കുന്ന ഒരു സെപ്പറേറ്റ് വിളിയാണ്. ഇവിടെ യാഗമോ തിരുനാളോ പരിച്ഛേദനയോ 10 കൽപ്പനയോ പൗരോഹിത്യമോ പതാരമോ ഇതൊന്നും അല്ല നമ്മുടെ രക്ഷാപദ്ധതി. പ്ലീസ്,
അതുമായിട്ട് നാം കൺഫ്യൂസ് ആയിട്ട് നമ്മൾ അതിലെ ചില കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് നാം അതിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നു, നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നുവെന്ന് നമ്മളെ തന്നെ തൃപ്തരാക്കി നാം തെറ്റിലേക്ക് തള്ളിവിടുകയാണ്. മരിച്ചു പോയാൽ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകും. കർത്താവിൻ്റെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടെ നിന്ന് പോകും. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത പോകുന്നത് ഭയങ്കര പീഡന കാലത്തിൽ കൂടെ നിത്യ നരകാഗ്നിയിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരും. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാൻ ഏതു മനുഷ്യർക്കും രക്ഷിക്കപ്പെടുവാൻ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടാവുന്നൊരു കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും ദൈവമാക്കിയിരിക്കുക. ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എക്സ്ക്യൂസ് ഇല്ല. കർത്താവേ, ഞാനത് അറിഞ്ഞിരുന്നില്ല, ഞങ്ങളുടെ ഫാദർ, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ ഇതാണ് പഠിപ്പിച്ചത്. ഹൂ കെയർസ്? ആര് തടുത്തു നിങ്ങളെ? ഹല്ലേലൂയ. സത്യം മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ രക്ഷാ പദ്ധതി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ക്രിസ്തീയ മാർഗമാണ്. അതിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സുവിശേഷത്തിലെ ആഴമായ അടിപതറാത്ത വിശ്വാസമാണ്. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ഒരു പുരോഹിതനെയും ഇതിൽ കൂടി വിമർശിക്കുവാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്. എൻ്റെ വിഷയം മുഴുവനും ഈ സത്യം ജനമെന്നറിയണം. മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരതിലേക്ക് വരണം. അതിനെ ഒരിക്കൽ കൂടി ചിന്തിക്കുവാനും നോക്കുവാനും അതങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കുവാനും, അല്ല എന്നുണ്ടെങ്കിൽ വേണ്ടുന്ന ക്രമീകരണം നടത്തുവാനും ദൈവം ഓരോരുത്തർക്കും സഹായിക്കട്ടെ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സുവിശേഷം പറയുക എന്നുള്ളതാണ്. എത്ര പേരെ രക്ഷിച്ചു എന്നുള്ളതല്ല എൻ്റെ വിഷയം. കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച് ഈ രക്ഷണീയ പ്രവൃത്തിയെ പ്രസിദ്ധമാക്കുക. ജനം വീണ്ടെടുക്കപ്പെടുന്നതും ജനം രക്ഷിക്കപ്പെടുന്നതും ജനത്തെ ഇതിലേക്ക് നയിക്കുന്നതും ഒക്കെ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് ചെയ്യും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തനായി നിറപടിയായി നിവർത്തിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലാകുന്നു, നിങ്ങൾക്ക് ഈ സുവിശേഷത്തിൽ കൂടെ സത്യവചനത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയും കർത്താവിൽ ആശിക്കുകയും ചെയ്യുന്നു. ദൈവനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നാം ആത്മീക ഇസ്രായേലല്ല, നമ്മുടെ വിളി സ്വർഗത്തിൽ നിന്നുള്ള വിളിയാണ്. നാം സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വിശുദ്ധ സഭായോഗത്തിലും ചേർന്ന് വന്നവർക്കെല്ലാം ആ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ വർദ്ധിച്ചു വരുവാനും ദൈവം ഇതിലൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മറനാഥ, ഗ്രേസ് ബി വിത്ത് യു. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ. ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ.
യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ, അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെപ്പോൽ. സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെപ്പോൽ. ശത്രുവാമെന്നെയും തൻ സ്വന്തമാക്കിയ, ശത്രുവാമെന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനിൻ അതുല്യ സ്നേഹമേ. സ്നേഹസ്വരൂപനിൻ അതുല്യ സ്നേഹമേ. ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും, ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും, നീതിയിൻ ചെങ്കോലും ധരിച്ചു വാഴുവാൻ, നീതിയിൻ ചെങ്കോലും ധരിച്ചു വാഴുവാൻ. മുൾമുടി ധരിച്ചു നിന്നയും സഹിച്ചു, മുൾമുടി ധരിച്ചു നിന്നയും സഹിച്ചു. മന്നാതി മന്നമിൻ മാറാത്ത സ്നേഹമേ. മന്നാതി മന്നമിൻ മാറാത്ത സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആഴത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആഴത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആഴത്തിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. ആഴത്തിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങളും കരുണകളും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഈ മരുഭൂമിയിൽ ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ ഇങ്ങനെ ഒരു കൂടിവരവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. പലരുടെയും പേര് പരസ്പരം കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കടന്നു വന്ന് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുമായി കാണുവാനും ദൈവസ്നേഹത്തിലായിരിക്കാനും തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. രാവിലെ മുതൽ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ദൈവവചനങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. ഞങ്ങൾ ഓരോരുത്തരിൽ കൂടി കേട്ടതായ ദൈവവചനങ്ങളും അനുഗ്രഹങ്ങളും കർത്താവെ വചന പഠനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ നന്മയ്ക്കും പുതിയ വഴികൾക്കും കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പകൽക്കാലം അനുഗ്രഹിച്ച ദൈവം ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൻ്റെയും കർത്താവ് അനുഗ്രഹിച്ച് നന്നായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വേണ്ടുന്ന ദൈവീയാലോചനകളും ആത്മാവിൻ്റെ ശക്തിയും അരുളിപ്പാടുകളും ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ മരുഭൂമിയിൽ നടത്തുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൂരത്തു നിന്നും അടുത്തു നിന്നും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ കൂടിവരവ് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം.
ദൈവസ്നേഹത്തിലും ദൈവനാമത്തിലും ഞങ്ങളുടെ വളർച്ചയ്ക്കും ഞങ്ങൾ നടത്തുന്ന സഭകളിലുള്ള ജനങ്ങളുടെ വളർച്ചയ്ക്കും കർത്താവെ കാരണമാക്കണമേ. തുടർന്ന് ഈ സത്യവചനത്തെ ലോകത്തോട് വിളിച്ചറിയിപ്പാൻ കരത്തോട് കരം ചേർത്ത് പിടിച്ച് നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇതിൻ്റെ മുൻപിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നന്മയും പ്രതിഫലവും കൊടുത്ത് അനുഗ്രഹവും നന്മയും നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയെങ്കിൽ ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് ഇതേപോലെ കാണപ്പെടുവാൻ തക്കവണ്ണം പ്രത്യാശയോട് ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ട് പിതാവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ പ്രോഗ്രാംസുകളും ദൈവത്തിൻ്റെ കൃപയിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. എല്ലാം ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. എല്ലാം മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമീൻ, ആമീൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ അടിയങ്ങളോടും അടിയങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അമേൻ, അമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ഒരാഴ്ചവട്ടം കൂടെ കർത്താവിൻ്റെ കൃപയിൽ നടക്കുവാൻ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ. മറനാഥ, ഗ്രേസ് ബി വിത്ത് യു. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും, അതു മഞ്ഞുപോലെ പൊഴിഞ്ഞു
ആയിരം